സുമിക്ക് 5-6 വർഷമായിട്ട് വയറിനകത്ത് ചെറിയ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. ഒരു ചെറിയ മുഴയുണ്ടോ എന്ന് സംശയം, ഇടയ്ക്കിടയ്ക്ക് വേദന, പിന്നെ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, വിശപ്പ് കുറവ്, ക്ഷീണം, നടുവേദന, പുറം വേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പതിയെ തുടങ്ങി. CT സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ 2 വൃക്കയിലും വലിയ ട്യൂമറുണ്ട്. അത് വയറ് നിറഞ്ഞ് നിൽക്കുന്ന കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പുള്ളിക്കാരത്തി ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ 2 കിഡ്നിയിലും ഇത്രയും വലിയ ട്യൂമർ ഉണ്ടായിട്ടും കിഡ്നിയുടെ പ്രവർത്തനങ്ങളെല്ലാം നോർമലാണ്. പുള്ളിക്കാരത്തേക്ക് സാധാരണ പോലെ വലിയ ജോലിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനനുസരിച്ച് ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു, കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നു. എന്നിട്ട് ഡോക്ടർമാരുടെ അടുക്ക് ചെന്ന് പരിശോധനയിൽ നിന്ന് നോക്കിയപ്പോൾ ഇത് ട്യൂമർ വലുതായതുകൊണ്ട് അതിനെ ഓപ്പറേഷനെ നിവർത്തിയുള്ളൂ. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2 കിഡ്നിയും ചിലപ്പോൾ എടുത്തു കളയേണ്ടി വരും എന്നൊരവസ്ഥ. 2 കിഡ്നി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് വെച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു പുള്ളിക്കാരത്തിയത്. ചെത്തിപ്പുഴ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് 2 കിഡ്നിയിലും മുഴയാണെന്നറിയുന്നത്. ചെത്തിപ്പുഴയിലെ ഡോക്ടർ പറയുന്നു ഇവിടെ അതിനുള്ള ചികിത്സയില്ല, ഇവിടുന്ന് അമൃതയിൽ പോകണം. അമൃതയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ പറയുന്നു ആദ്യം ചെറുത് ചെയ്യാം, വലുത് ചെയ്യാൻ പറ്റത്തില്ല, വലിയൊരു ബോംബായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ലക്ഷം രൂപയാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോന്നു. ഇരുവൃക്കകളിലുമായി 6 കിലോഗ്രാമിലേറെ വരുന്ന മുഴകൾ നീക്കം ചെയ്താൽ മരണം എന്ന് വിധി എഴുതിയപ്പോൾ അതിനു മുമ്പിൽ മുട്ടുമടക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. മുഴകൾ നീക്കം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയായിരുന്നു സുമിയുടെയും കുടുംബത്തിൻ്റെയും തീരുമാനം. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഡോക്ടർ വന്നു. 4 മണിക്കൂറോളം ചർച്ച ചെയ്തതിന് ശേഷം അവിടുത്തെ ഡോക്ടർ പറയുന്നു ഇത് ചെയ്യാൻ പറ്റാത്ത കേസാണ്, ജോലിക്കൊക്കെ പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ പോന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ എല്ലാവരും അത് ഓപ്പറേഷൻ ചെയ്യാൻ മടിച്ചു. കാരണം ചിലപ്പോൾ 2 കിഡ്നി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസ് വേണം, ട്രാൻസ്പ്ലാന്റ് വേണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ആകെ ബുദ്ധിമുട്ടിലായി വന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളെയും വന്ന് കണ്ടത്. ഞങ്ങളത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇതിന് ഓപ്പറേഷൻ തന്നെ വഴിയുള്ളൂ. കാരണം അത്രയ്ക്ക് വലിയ ട്യൂമറാണ്. ആ ട്യൂമറിൽ നിന്ന് ഈ 2 കിഡ്നിയും പയ്യെ രക്ഷിച്ചെടുത്തിട്ട് അത് വീണ്ടും അവർക്ക് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സൊല്യൂഷൻ കൂടിയുണ്ട് ആസ് എ ട്രീറ്റ്മെൻ്റ്. അപ്പോൾ അത് 2 കിഡ്നി ഓപ്പറേറ്റ് ചെയ്യണം, വലിയ മേജർ സർജറിയാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സർജറിയാണ്. അപ്പോൾ അത് ആലോചിച്ചപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ വീട്ടുകാർക്ക് അത് താങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് ഞങ്ങൾ PVS ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തു. കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അക്കാഡമിക് ഇമ്പോർട്ടൻസ് ആണ്. എങ്ങനെയെങ്കിലും ഈ ട്യൂമർ മാറ്റിക്കഴിഞ്ഞാൽ ഇത് ക്യാൻസർ വെറൈറ്റി അല്ലാത്തത് കൊണ്ട് ആ ട്യൂമറിനെ മാത്രം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കിഡ്നിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അത് ഈ രോഗിയിലേക്ക് വീണ്ടും വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കിഡ്നി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സാധാരണ പോലെ കിഡ്നിയുടെ പ്രവർത്തനവുമായിട്ട് സാധാരണ നിലയിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കും. ഡോക്ടർ ജോർജ് P ഈ കേസ് ഞങ്ങളടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് വളരെ ഡിസേർവിങ് കേസാണ്. ഷീ ഈസ് വെരി യങ് ആൻഡ് മോറോവർ ലൈക്ക് ഇറ്റ് ഇസ് ഓൾ ഓഫ് അതർ ഫങ്ഷൻസ് ആർ നോർമൽ. നമ്മൾ ഹെൽപ്പ് ചെയ്താൽ ഈ കുട്ടിക്കൊരു വളരെ ക്വാളിറ്റി ലൈഫ് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ആൻഡ് മോറോവർ ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് മൈ സർജൻ. I was very sure he'll do this job. ശസ്ത്രക്രിയയ്ക്ക് വിധേയയാവാനുള്ള മാനസികവും ശാരീരികവുമായ എല്ലാ തയ്യാറെടുപ്പും സുമിക്ക് ഉണ്ടായിരുന്നു. ഒപ്പം മറ്റു ഭാഗങ്ങളിൽ നിന്ന്, അതായത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള നല്ല അയവുള്ള സമീപനം കൂടി ആയപ്പോൾ മുഴകൾ നീക്കം ചെയ്യാനുള്ള അനുകൂലമായ സാഹചര്യം വന്നു ചേർന്നു.